എന്താ ഉദ്ദേശം? മനസ്സിലായില്ല. അത് തന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കമ്പനിയെ തകർത്തിട്ട് വേണോ നിനക്ക് ഉയരത്തിലെത്താൻ? ഏയ്, ഞങ്ങൾ ഇത്തിരി നിലവാരമുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാ. തീരെ കമ്പനികളൊന്നും ഞങ്ങൾക്ക് എതിരാളികളെ അല്ല. പിന്നെ അതിനെയൊക്കെ തകർക്കാൻ ആരെങ്കിലും ടൈം വേസ്റ്റ് ചെയ്യൂ എന്റെ പൊന്നു സുധീഷേ? അപ്പോ ഞങ്ങളുടെ കമ്പനിയിലെ 5 ക്ലയൻസ് നിന്റെ കമ്പനിയിലേക്ക് മാറിയതെങ്ങനെ? ഓ ഡിയർ, റോൾസ് റോയ്സ് കാറിൽ സഞ്ചരിക്കാൻ ക്ഷണിക്കുമ്പോ ആരെങ്കിലും ഓട്ടോറിക്ഷ ചെന്ന് കയറോ? നിങ്ങളുടെ കമ്പനി ഓട്ടോറിക്ഷയും ഞങ്ങളുടെ കമ്പനി റോൾസ് റോയ്സുവാ. ചാടിക്കേറി ക്ലയൻസ് ഇങ്ങോട്ട് പോരുന്നത് ഞങ്ങളുടെ കുറ്റമാണോ? വർഷ, വേണ്ട. നിന്റെ ഈ കളി അപകടത്തിലേക്കുള്ള പോക്കാ. ഇനി ഈ വർഷ മേനോന് എന്തോന്ന് അപകടം ഉണ്ടാവാനാ സുധിയേട്ടാ? അഗ്നിപർവ്വതം പൊട്ടിയ അപകടം പോലെ നീ എന്നെ ഉപേക്ഷിച്ചു. പ്രളയത്തിന്റെ അപകടം പോലെ ഗൾഫ് മേനോനെ ഞാൻ കല്യാണം കഴിച്ചു. ഇനിയിപ്പോ എന്ത് വന്നാലും വർഷയ്ക്ക് തരണ. അപ്പോ എന്നെ ചതിച്ചത് നീ തന്നെയാണല്ലേ? അതെ, ഈ ചതി ഇതിലും കനത്തിൽ ഇനിയും വരും അങ്ങോട്ട്. പക്ഷേ എന്റെ ചതി നിന്റെ നേർക്കല്ല, അവളുടെ നേർക്ക്. അവളാ എന്റെ ശത്രു, വീണ. നീ എന്റെ കാമുകനല്ലേ? നിനക്കായി ദാഹിച്ച് ദാഹിച്ച് കാത്തിരിക്കുന്ന കാമുകയെ ഞാൻ. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നിനക്ക് ഭ്രാന്ത. ഇതിനുള്ള ശിക്ഷ ചുട്ട അടിയാ. അടിച്ചോ? ഭർത്താവാകാൻ പോകുന്ന ആളുടെ അടികൊള്ളുന്നത് ഒരു സുഖ. ദാ, നിന്റെ കരസ്പർശത്തിനായി എന്റെ കവിൾ കാത്തുകിടക്കുന്നു. ഒരു കാലത്ത് നിന്നെ സ്നേഹിച്ചു പോയെന്നുള്ളൊരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും കടുക്കുക ഞാൻ ചെയ്തു പോകും. There lies the point. എത്രയും വേഗം എന്റെ സുധിയേട്ടൻ ആ കടുങ്കൈ ചെയ്യണം കേട്ടോ. അവളെ ഡിവോഴ്സ് ചെയ്ത് വേഗം എന്റെ അടുത്തേക്ക് വാ. ആ വീണയ്ക്ക് പ്രസവിക്കാനുള്ള കഴിവൊന്നും ഇല്ലെന്നേ. കണ്ടില്ലേ അബോർഷനായി പോയത്? ഞാൻ നേർച്ച നേർന്നിട്ടൊന്നും ആയിരിക്കില്ല കേട്ടോ. അവൾക്കേ ആരോഗ്യമില്ലാഞ്ഞിട്ടാ. ഗൾഫ് മേനോ എൻ്റെ ഒരു ഉദ്യോഗസ്ഥനാ, ഭർത്താവ് ഉദ്യോഗസ്ഥൻ. അതവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ ഞാനങ്ങ് കളയും. പക്ഷേ നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം. തിരിച്ചു വരുത്തിക്കും ഞാൻ. ഏട്ടന്റെ കല്യാണം നിശ്ചയിച്ചില്ലേ? ഇനിയെങ്കിലും അച്ചായന് കാശ് വാങ്ങിച്ചൂടെ? ഞാൻ വാങ്ങിച്ചോളാം മേഡം. എന്നെ ഇങ്ങനെ അന്യനായി കാണുമ്പോൾ മനസ്സ് വിഷമമുണ്ട് കേട്ടോ. മേഡത്തിൻ്റെയും ജയൻ കുഞ്ഞിൻ്റെയും സ്നേഹമാണ് എനിക്ക് വേണ്ടത്. പണം കൂട്ടി വെച്ചിട്ട് എനിക്കിനി എന്നാ പ്രയോജനാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മേഡം എന്നതിനാ സമ്മതമൊക്കെ ചോദിക്കുന്നേ? വേറൊന്നുമല്ല, മാരേജ് ബ്യൂറോ തൽക്കാലം ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അച്ചായൻ എൻ്റെ കൂടെ കമ്പനി നിൽക്കാൻ പറ്റുമോ? വിശ്വസ്തനായ ഒരാളെ എനിക്ക് എന്റെ കൂടെ വേണം, അതുകൊണ്ടാ. എന്റെ കുഞ്ഞെ, അല്ല മേഡം, മേഡമെങ്കിലും സത്യക്രിസ്ത്യാനിയായ എന്റെ വിശ്വസ്തത തിരിച്ചറിഞ്ഞല്ലോ. അന്ത്യകൂദാശ കൂടും വരെ മേഡത്തിന്റെ കൂടെ വിശ്വസ്തനായി ഞാൻ നിന്നോളാം. വെരി ഗുഡ്. അല്ല, നാട്ടുകാരെ മുഴുവൻ കൂട്ടിക്കെട്ടാൻ നടക്കുന്ന അച്ചായൻ എന്താ തന്നെത്താൻ ഒരുത്തിയെ പിടിച്ച് കൂട്ടിക്കെട്ടാത്ത്? എന്റെ തലേ വരെ അങ്ങനെ കുഞ്ഞെ. തന്നെത്താൻ കെട്ടാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവരെ പിടിച്ച് കെട്ടിക്ക് മാത്യൂസേ എന്ന് കർത്താവ് പറഞ്ഞു. ഞാനത് ശിരസാ വഹിച്ച് നാട് നീളെ നടക്കുക. ഇനിയിപ്പൊ അതങ്ങ് മാറ്റിവെച്ച് മേഡത്തെ സേവിക്കാനാ കർത്താവിന്റെ തിരുമൊഴി. ഞാൻ അതും ശിരസാ വഹിക്കും. അച്ചായന് നീരേറ്റുകാരോടുള്ള ദേഷ്യവും പകയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തുറന്നു പറയാ, നീരേറ്റിലെ വീണെ നശിപ്പിക്കാനും അവളുടെ കമ്പനി നശിപ്പിക്കാനും അച്ചായൻ എന്റെ കൂടെ നിൽക്കണം. എന്താ, പറ്റുമോ?
അത് എന്റെയും കൂടി ആവശ്യമില്ലയോ മാഡം? അച്ഛയെ നേരത്തെ വിളിച്ച പോലെ കുഞ്ഞെന്ന് വിളിച്ചാ മതി. അത് കേൾക്കാനാ സുഖം. ഓ, എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതാ സുധീഷിന് അവൾ. അത് ക്ഷമിക്കാനും വിട്ടുകളയാനും എനിക്ക് പറ്റില്ല അച്ചായ. സുധീഷിനെ എനിക്ക് തിരിച്ചെടുക്കണം. അവളെ വെറുത്തും മടുത്ത് സുധീഷ് എന്റെ അടുത്തേക്ക് വരണം. അതാ എന്റെ ആവശ്യം. ദേ കുഞ്ഞ്, എനിക്ക് ഇത്തിരി സമയം താ. അച്ചായന്റെ തലയ്ക്കകത്ത് നല്ല ചില ബുദ്ധികൾ അപ്പോഴേക്കും തെളിയും. അതങ്ങ് നടപ്പാക്കിയാ പിന്നെ വീണ എന്ന പേര് കേൾക്കുമ്പോ തന്നെ സുധീഷ് ഓടി രക്ഷപ്പെടും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല അമ്മേ. ഇങ്ങനെ പോയാൽ 1 മാസം കൊണ്ട് കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. അങ്ങനെയൊന്നും പറയല്ലേ മോനെ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുന്നേ. പണമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ പരിഹരിക്കാം. പക്ഷെ പണത്തിന് ഞാൻ എവിടെ പോവും? ഇതിന്റെയൊക്കെ പിന്നില് വർഷയാണോ മോനെ? അതെ അമ്മേ. അവൾ ആ GK മേനന്റെ സ്വാധീനം ഉപയോഗിച്ച് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. കമ്പനിയിലെ മുഴുവൻ ക്ലയൻസും പിന്മാറി. ഒരു കണ്ടെയ്നർ ഓസ്ട്രേലിയയിലേക്ക് കപ്പൽ അയച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഇമെയിൽ കിട്ടിയത്. നേരിട്ട് ഫോണിൽ സംസാരിച്ച് നോക്കി ഞാൻ. നമ്മുടെ പ്രോഡക്റ്റിന് ഗുണനിലവാരം കുറവാണത്രേ. ഇനിയിപ്പോൾ ആ കണ്ടെയ്നർ തിരിച്ചയക്കും. കുറഞ്ഞത് 40 ലക്ഷം രൂപയെങ്കിലും നഷ്ടമാണമ്മേ. ഇങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ കൊന്നുപോകുമേ. ഇനി അതേ ഉള്ളൂ എൻ്റെ മുമ്പിൽ മാർഗം. എന്റെ പൊന്നു മോനെ, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. അമ്മയ്ക്ക് നിന്നെ ഇല്ലാതാക്കരുത് നീ. എന്താ എന്താ ഇവിടെ കരച്ചിലും പിടിച്ചിട്ടൊക്കെ? എന്തിനാ നീ അത്യാവശ്യമായിട്ട് വരണമെന്ന് വിളിച്ചു പറഞ്ഞത്? വലിയ മാമ, കമ്പനിയിൽ നിന്ന് ഞാൻ കുറച്ച് പണം എടുത്തൊന്ന് മറിച്ചു. ഈ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാനായിട്ട് ചെയ്തതാ. ഒരു 10 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണം. എങ്ങനെയെങ്കിലും വലിയ മാമൻ അത് ശരിയാക്കി തരണം. 10 ലക്ഷം രൂപയോ? ഞാൻ ശരിയാക്കി തരണമെന്നോ? എന്താ അവനെ നീ പറയണേ? 1 ലക്ഷം രൂപ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. അതൊക്കെ എനിക്കറിയാം. നീരേറ്റ വലിയ മുതലാളിയോട് എൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞ് വാങ്ങി തന്നാൽ മതി. അതിന് മുതലാളിയുടെ കയ്യിൽ എവിടുന്നാ കാശ്? വീണ കുഞ്ഞിൻ്റെ കൈ ഈ കാശ് കാണത്തില്ലേ? പറഞ്ഞാൽ തരുമല്ലോ. അവള് നിന്റെ ഭാര്യയല്ലേ? അതല്ല കേശുമാമ, എങ്ങനെ ഞാൻ കമ്പനിയിൽ നിന്ന് കാശെടുത്ത് മറിച്ച കാര്യം വീണയോട് പറയാ? പറയണം മോനെ. അവള് നല്ല സ്നേഹമുള്ള കുട്ടിയാ. നിന്നെ അവള് മനസ്സിലാക്കും. എത്രയായാലും കമ്പനി അവളുടെ സ്വന്തമല്ലേ. നീ അവളോട് തന്നെ പറ. അല്ലാതെ ഏട്ടൻ വിചാരിച്ചാലൊന്നും 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് അറിയില്ല അവിടുത്തെ അവസ്ഥ. വീണയുടെ അമ്മ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നിൽ കുറ്റം കണ്ടെത്താനുള്ള ശ്രമമാണ്. അവരാരും അറിയാതെ നമ്മുടെ വീട് ജപ്തിയാവാതിരിക്കാനും അച്ഛൻ വരുത്തി വെച്ച കടം വീട്ടാനും ഒക്കെ ഞാൻ പണം എടുത്ത് മറിച്ചതാ. ഇനിയിപ്പോ അവരറിയാതെ തന്നെ തിരികെ കമ്പനി അക്കൗണ്ടിൽ അടച്ചേ പറ്റൂ. നീരേറ്റു മുതലാളിയോടോ ഡോക്ടർ പാർവതിയോടോ കേശുമാമൻ ചോദിച്ചാൽ എന്തായാലും തരും. കടമായിട്ട് മതി. ഒരു ലോൺ ശരിയാക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ. അത് കിട്ടിയാൽ ഉടനെ തിരിച്ചു കൊടുക്കാം. എൻ്റെ മോനെ, നീ കരുതും പോലെയല്ല. അവിടെ എല്ലാം സ്വസ്ഥമെന്ന് പുറത്തു നിൽക്കുന്നവർക്ക് തോന്നും. എന്നാൽ അങ്ങനെയല്ല. മുതലാളിയുടെ മിടുക്കുകൊണ്ട് മാത്രമാണ് അവിടെ തമ്മിത്തല്ലും കലവും ഉണ്ടാവാത്തത്. സ്വത്ത് തന്നെ അവിടെയും പ്രശ്നം. അർജുനന് കുടുംബസ്വത്ത് കിട്ടിയത് പോരാ എന്നൊരു വാദം. മഹേശ്വരനും അതേ വാദം. പിന്നെ ഡോക്ടർ പാർവതി അവരുടെ കയ്യിലുള്ളതെല്ലാം മകളും മരുമകനും കൊണ്ടുപോയി. പിന്നെ ആകെ ഉള്ളത് സോനക്കുഞ്ഞിൻ്റെ മകൾ അമ്മുക്കുട്ടിയുടെ പേരിലും ചിന്നുവിൻ്റെ പേരിലും ഉള്ള സ്വത്താ. അതിലൊരു പൈസ പോലും മുതലാളി ആർക്കും കൊടുക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ കേശുമാമൻ പറയുന്നത്? മോനെ, വീണ മോളെ മുതലാളിക്ക് ജീവനാ. നിനക്ക് വേണ്ടി പണം ചോദിച്ചാൽ വീണ മോൾക്ക് തീർച്ചയായും കൊടുക്കും. ശ്വേതക്കുഞ്ഞോ വിഷ്ണുവോ അറിയണ്ടെന്ന് വീണ മോളോട് പറയണം. അത് തന്നെ ആ ശരിയായ വഴി. അച്ഛയ, വീണയുടെ അമ്മ ശ്വേതയെ അച്ഛനൊന്ന് മണിയടിച്ച കൊള്ളാം. തള്ള പാരമ്പര്യവും ആഭിജാത്യമൊക്കെ പറഞ്ഞ് നടക്കുന്ന കൂട്ടത്തില. ഒരു ദിവസം ഞാൻ ഫോണിലൊന്ന് സംസാരിച്ചു നോക്കി. ആന്നോ? പണ്ടേ അവര് ചാടിക്കേറി കടിക്കുന്ന സ്വഭാവകാരിയാ. എന്തോ എന്നോട് നല്ല രീതിയിലാ സംസാരിച്ചേ.
ചില നമ്പർ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരിക്ക് സുധീഷിന് അത്ര ഇഷ്ടമല്ലെന്ന്. എങ്കി കുഞ്ഞിന്റെ പ്ലാൻ നടത്തിയെടുക്കുക എളുപ്പമല്ലയോ? അതെ, അതുകൊണ്ടാ പറഞ്ഞേ മാത്യൂസ് ചാൻ ആ വഴിക്കൊന്ന് നീങ്ങണമെന്ന്. ദേ വെറുതെ പറയല്ല. ഒരു കാറും ഒരു വീടും അച്ഛൻ എന്റെ വക സമ്മാനം. സുധീഷ് അവളെ വെറുത്ത് അവളെ സ്വയം ഉപേക്ഷിച്ച് എന്റെ അടുത്തേക്ക് വന്നാൽ ഓ, കുഞ്ഞെന്നതിനാ ഇങ്ങനെ പണവും സ്വത്തും ഒക്കെ വെച്ച് നീട്ടുന്നേ? ഒന്നും തന്നില്ലേലും അച്ചായ കുഞ്ഞിന് വേണ്ടി ചാകാൻ തയ്യാറായി നിൽക്കുക. ആയിക്കോട്ടെ, എന്നാലും ഞാനിപ്പോ പറഞ്ഞത് വാക്കാ. അവളുടെ കമ്പനി പൂട്ടിക്കാൻ ഞാൻ എടുക്കുന്ന അടവുകളൊക്കെ ചോർന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അയ്യോ, അതെങ്ങനെ കുഞ്ഞെ? ആ ജനറൽ മാനേജർ രാംദാസിന് എനിക്ക് സംശയം. അവൻ എന്റെ ഭർത്താവിന്റെ സഹോദരി ഇന്ദിരാദേവിയുടെ ആളാ. അവര് പറഞ്ഞ് ചട്ടം കെട്ടിക്കാണും എന്നെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള വഴി നോക്കണമെന്ന്. എങ്കി അവനെ പുകച്ച് പുറത്തു ചാടിക്കാൻ മേലേ ചെയ്യാം. പക്ഷെ മേനോൻ ചേട്ടന് രാംദാസിനെ വലിയ വിശ്വാസാ. എങ്കി ആ വിശ്വാസം അങ്ങ് തകർക്കണം. അതെങ്ങനെയാന്ന് പിടികിട്ടാത്തെ? അവൻ ആപ്പീസി വെച്ച് കുഞ്ഞിനെ കേറി അങ്ങ് പിടിക്കണം. അതിനുള്ള മരുന്ന് കുഞ്ഞ് തന്നെ കാലേ കൂട്ടി അങ്ങ് ഇട്ടുകൊടുത്താ പോരായോ? അതും കണ്ടോണ്ട് മേനോൻ സാർ ഇങ്ങ് വരണം. കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പ്ലാൻ ചെയ്താ നിന്ന നിപ്പിന് അവൻ ഗേറ്റിന് പുറത്താ. ശോ, ഈ അച്ചായന്റെ ഒരു തല. ഇത്ര എളുപ്പമുള്ളൊരു സൂത്രപ്പണി എന്റെ കയ്യിലുണ്ടായിരുന്നിട്ട് ഞാൻ ഓർത്തില്ലല്ലോ. അത് ഓർമ്മിപ്പിക്കാനല്ലയോ അച്ചായ കൂടെ നിൽക്കുന്നേ. എന്നെ കേസിന്ന് വെറുതെ വിട്ടു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ കല്യാണത്തിനുള്ള ഒരേ ഒരു തടസ്സവും അങ്ങനെ അങ്ങ് മാറിക്കിട്ടി. ഇനി ജേഡൻ ഓട്ടോ ഓടിക്കണ്ട. പുതിയൊരു ബിസിനസ് നമ്മൾ തുടങ്ങുന്നു, ഒപ്പം പുതിയൊരു ജീവിതവും. ഹലോ. ആ, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. എല്ലാം അവളുടെ മിടുക്ക. ഞാൻ പിന്നെ വിളിച്ചോളാം. അപ്പോ മുഴുവനായിട്ടും ഈ യക്ഷിയുടെ പിടിയിലായി കഴിഞ്ഞു നീ, അല്ലേടാ? ചേച്ചി വായിരിക്ക. എവിടെ ഇരുത്താൻ? കമ്പനിയുടെ പടിക്ക് പുറത്തോ? പടിക്ക് പുറത്തേക്ക് നീ ചവിട്ടി തള്ളിയില്ലേ? ഇനി എന്തിനാ പെരുവഴിയിൽ പിടിച്ചിരുത്തുന്നേ? ഭിക്ഷ യാചിക്കാനോ? ചേച്ചി പ്ലീസ്, എനിക്ക് ചില കുടുംബ പ്രശ്നങ്ങളുണ്ട്. 10-15 കൊല്ലമായിട്ട് ഈ വീട്ടിൽ ഉണ്ടാവാത്ത ഒരു കുടുംബ പ്രശ്നം എങ്ങനെയാടാ ഇപ്പോഴുണ്ടായത്? ഈ യക്ഷി പടി കിടന്നു വന്നോണ്ടോ? ചേച്ചി, അമ്മയുടെ സ്ഥാനം തന്നു നിർത്തിയിട്ട് അവസാനം ഒരു വാക്ക് പോലും പറയാതെ കമ്പനിന്ന് പുറത്താക്കിയില്ലേ നീ? രാജിവെക്കാൻ പറഞ്ഞ അത് ചെയ്യില്ലായിരുന്നു ഞാൻ. എന്നെ ഇങ്ങനെ അപമാനിക്കാൻ ഇവള് പറഞ്ഞോ നിന്നോട്? അങ്ങനെയൊന്നും അല്ല ചേച്ചി കാര്യങ്ങള്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഇതുവരെ തന്ന ശമ്പളത്തിന്റെ ഇരട്ടി എല്ലാ മാസവും ഞാൻ എത്തിച്ചോളാം. പണം മാത്രമായിരുന്നോടാ എന്റെ MD സ്ഥാനം? അത് ഞാനും നീയും തമ്മിലുള്ള രക്തബന്ധത്തിന്റെ തെളിവായിരുന്നില്ലേ? ഭാഗമായിരുന്നില്ലേ? അതല്ലേ നീ ഈ പിശാചിന് വേണ്ടി മുറിച്ചു മാറ്റിയത്? ചേച്ചി കുറെ നേരമായി യക്ഷി പിശാച് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ട്. സാരില്ല, ഞാൻ അതങ്ങ് സഹിച്ചു. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം വെറും അലങ്കാരത്തിനുള്ളതല്ല. പ്രധാനപ്പെട്ട സകല തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു പൊസിഷനാ അത്. അതിനു പകരം ചെരുപ്പ് നക്കിയ ഒരു ജനറൽ മാനേജർ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നഷ്ടം വരുത്തുന്നതും കണ്ടു നിൽക്കാൻ പറ്റാത്തോണ്ടാ MD സ്ഥാനം എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞ. അത് കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിയാ, കമ്പനി നശിക്കാതിരിക്കാനാ. കമ്പനി നശിപ്പിക്കാനാ ചേച്ചിയുടെ ആഗ്രഹമെങ്കിൽ ആ സ്ഥാനം അങ്ങ് തിരിച്ചെടുത്തോ. സങ്കടത്തോടെ ആണെങ്കിലും എന്റെ ഏട്ടന്റെ നാശം ഞാൻ കണ്ടു നിന്നോളാം. വേണ്ടടാ, ഞാൻ കാരണം നീ നശിക്കണ്ട. ഐശ്വര്യദേവത കയറി ഇരുന്നിട്ടുണ്ടല്ലോ ആ സ്ഥാനത്ത്. ദൈവം നിനക്ക് കാട്ടിത്തരും അതിന്റെ ഫലം.